ഇന്ന് സിസേറിയനാണ്. പെട്ടെന്ന് വന്ന് സിസേറിയനാന്ന് പറയുമ്പോ ശരിക്കും പറഞ്ഞ സങ്കടം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മച്ചാൻ ആർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവർ ഒരു ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴേക്ക് കമന്റ് ആയിട്ട് ഇടണം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹായ് എങ്കിലും ഇടണം കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മള് അങ്ങനെ പറഞ്ഞിട്ട് വീഡിയോയ്ക്ക് നല്ല ലൈക്കും ഉണ്ട്, കമന്റും ഉണ്ട്. അതിനെല്ലാം ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ, ഒരു സംശയം. ഞങ്ങൾ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് നിങ്ങൾ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കമന്റ് അയക്കുമ്പോൾ തിരിച്ചു കഷ്ടപ്പെടും തീർച്ചയായിട്ടും. നമ്മള് പറഞ്ഞിട്ടല്ലേ. അതെ അതെ, നിങ്ങളൊരു ലൈക്ക് തരുന്നത് അല്ലെങ്കിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് ആ വീഡിയോയുടെ അടിയിൽ അത്രയും കമന്റ് ലൈക്കും വന്നപ്പം പറഞ്ഞിട്ട് ചെയ്തല്ലോ എന്ന് ഓർത്തിട്ടേ അത്രയും പേരിങ്ങനെ നമ്മുടെ വീഡിയോ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. നേരത്തെ പറയുമെങ്കിൽ അത്ര ഇതായിട്ട് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഇത് എന്തായാലും നിങ്ങളൊരു ലൈക്ക് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് ഇടണം, അതുപോലെ ഒരു ഹായ് എങ്കിലും ഇട്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്തെങ്കിലും ഒരു കമന്റ് ഒരുപാട് പേരിട്ട്. അതെ അതെ അതെ, ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം നമ്മൾ പറഞ്ഞപ്പോ അത് ചെയ്തല്ലോ, അപ്പൊ ഞങ്ങൾക്ക് അത് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ റിപ്ലൈ ഉറപ്പായിട്ട് ഞങ്ങൾ തരികയും ചെയ്തതിന്. അപ്പൊ നമ്മള് ഈ വീഡിയോ ഇപ്പൊ എടുക്കാൻ ഉദ്ദേശിച്ചതിന് പ്രത്യേക കാരണമുണ്ട്. നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്കൊരു പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടു. സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് സിസേറിയനാണ്. സിസേറിയൻ എന്ന് പറയുമ്പോ എല്ലാവർക്കും അറിയാലോ. ആ മെസ്സേജ് നമുക്ക് വായിക്കാം ആദ്യം. അതെ, ആ മെസ്സേജ് ആദ്യം തന്നെ വായിച്ചേൽപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. നമ്മുടെ ചാനൽ തുടങ്ങിയ കാലം മുതൽ നമുക്ക് എന്നും കമന്റ് ഇടുന്നത്, നമ്മുടെ എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണുന്ന ഒരാളാണ്. അപ്പൊ ഇന്നെന്തായാലും അദ്ദേഹത്തിന് ഈ ഒരു വീഡിയോ ചിലപ്പോൾ കാണാൻ പറ്റുന്നവരില്ല, ഓപ്പറേഷൻ തിയേറ്ററിലോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എന്തായാലും ഇന്നുണ്ടാകണം. അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സഹായം നമ്മൾ എല്ലാവരും ചെയ്യണം. നമ്മളോട് സഹായം ആവശ്യപ്പെട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനയും ചേച്ചിക്ക് ഉണ്ട് കേട്ടോ. അപ്പോ ആ കമന്റ് ഒന്ന് ജസ്റ്റ് വായിച്ച് നിങ്ങളെ. നമ്മുടെ വീഡിയോയുടെ അടിയിൽ വന്നൊരു കമന്റ് ആണ്, ജോളി ചേച്ചിയാണ് അയച്ചിരിക്കുന്നത്. നാളെ എന്റെ സിസേറിയനാണ്. ഒരു പ്രശ്നവും ബ്ലീഡിങ്ങും ഉണ്ടാകാതെ ഇരിക്കാനും എനിക്കും കുഞ്ഞിനും ഒരു പ്രശ്നവും വരാതെ ഇരിക്കാനും പ്രാർത്ഥിക്കണേ. എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണേ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാലോ, സിസേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വേദന ഉള്ളൊരു സംഭവമാണ്. അതായത് അത് അനുഭവിച്ചവർക്കല്ലേ അതിന്റെ ആ ഒരു തീവ്രത അനുഭവിച്ചവർക്ക് പ്രത്യേകത പറയാൻ പറ്റും. കാരണം ഹോസ്പിറ്റലിൽ കിടക്കുമ്പം വേദന വരുമ്പോ ഇഞ്ചക്ഷൻ എടുക്കും, വേദന പോകും, പിന്നെ വേദന വരും, ഇഞ്ചക്ഷൻ എടുക്കും, അങ്ങനെ ആണ്. പക്ഷെ വീട്ടിൽ വന്നു കഴിയുമ്പോഴാണ് അതിന്റെ ഒരു തീവ്രത മനസ്സിലാവുക. കാരണം ഇഞ്ചക്ഷന് ഇല്ല, പിന്നെ ടാബ്ലറ്റിലാണ് വേദന കുറയുന്നത്. അപ്പൊ ഒന്ന് ചുമക്കുമ്പം അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു കിടക്കുമ്പോ എഴുന്നേക്കുമ്പോ അല്ലെങ്കിൽ കുളിക്കാൻ പോകുമ്പോ അങ്ങനെ ഓരോ പ്രാവശ്യം അത് ഭയങ്കര ഒരു എന്താ പറയുക, പീഡ നിറഞ്ഞ ദിവസങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ എന്താ പറയാ, നോർമൽ ഡെലിവറിക്ക് അവര് ബുദ്ധിമുട്ടില്ലെന്നല്ല, അതിന് നല്ല വിഷമമുണ്ട്. പക്ഷെ അതൊരു മാക്സിമം ഒരാഴ്ച കൊണ്ട് അവർ റിക്കവറായി വരും. പക്ഷെ ഇതങ്ങനല്ല. ഇതൊരു 2-3 മാസത്തേക്ക് സ്റ്റിച്ച് ഒന്ന് ഉണങ്ങി എല്ലാ രീതിയിലും കുളിക്കണേ പോലുള്ള കഷ്ടപ്പാട് ഭയങ്കരമാണ്. അപ്പം കൂടെയുള്ള കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കാൻ എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. പാല് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ട്. അതായത് നോർമൽ ഡെലിവറിയിൽ വരുന്ന സ്റ്റിച്ചിന്റെ ആഴത്തിനേക്കാൾ കൂടുതലാണ് സിസേറിയനിൽ വരുന്ന ആ ഒരു ആഴവും അതിന്റെ ഒരു വലിപ്പവും എന്ന് പറയുന്നത്. നമ്മൾ ഈ കമന്റ് കണ്ടപ്പോ നമ്മുടെ അവസ്ഥ ശരിക്കും ഓർമ്മ വന്നത്. കാരണം എനിക്ക് പ്രത്യേകിച്ച് എന്റെ ആ ഒരു സമയത്ത് എന്റെ മാനസികാവസ്ഥ എനിക്ക് നല്ലോണം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം നോർമൽ ഡെലിവറി ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയി ഹോസ്പിറ്റലിൽ ലേബർ റൂമിൽ കിടക്കുന്നു. കുറേ സമയം കഴിഞ്ഞിട്ടും ഒരു പ്രോഗ്രസ്സും ഉണ്ടാകാതിരിക്കുമ്പോൾ പെട്ടെന്ന് വന്ന് സിസേറിയനാന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞ സങ്കടമായിപ്പോയി. കാരണം എല്ലാവരുടെയും ആഗ്രഹമാണ് നോർമൽ ഡെലിവറി എന്ന് പറയുന്നത്. കാരണം അങ്ങനെയാകുമ്പോഴേ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ബേബീസ് വേണം എന്നുള്ളൊരു കാര്യം തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് 5 പിള്ളേരെ എങ്കിലും വേണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം, ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ സിസേറിയൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു തടസ്സമാണ്. കാരണം ഡോക്ടർ പറയാ ഇനി അടുത്ത പ്രാവശ്യം ഡോക്ടർ പറയാ ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ ആണ്, പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നോർമൽ ഡെലിവറിയിൽ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം നമുക്ക് ഇപ്പൊ തന്നെ നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു പല രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. ഇപ്പൊ തന്നെ ഈ ഒരു പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ 5 ഉദ്ദേശിച്ചിട്ട് നമ്മളിപ്പം പ്രായം നമുക്ക് ഒരുപാട് മുന്നോട്ടാണ്.
അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ആവട്ടെ എന്ന് നമ്മൾ കരുതും. പക്ഷെ അത് നോർമൽ ഡെലിവറി നമുക്ക് പെട്ടെന്ന് നടക്കും. പക്ഷെ ഇത് ഇത്ര വർഷത്തെ ഗ്യാപ്പ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ 5-ലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മളൊരു നല്ലൊരു 60 വയസ്സൊക്കെ ആയി പോകും. കാരണം ഡോക്ടർ പറയും ഇനി ഒരു 4 വർഷത്തേക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു 3 വർഷത്തേക്ക് പറ്റത്തില്ല. അപ്പൊ ഓരോന്നും കഴിഞ്ഞിട്ട് ഈ 2, 3, 4 വർഷം കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഗ്യാപ്പായി പോകും. നമുക്ക് പ്രായം പോകുമ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കും. ഒരു 30 വയസ്സിന് ശേഷമുള്ള ഡെലിവറി എല്ലാം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് എല്ലാ ഡോക്ടർമാരും പറയാറുണ്ട്. അപ്പോൾ ഈ സിസേറിയനും കൂടി ആകുമ്പോഴത്തേക്ക് നമ്മൾ 30-ലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ അതിനുശേഷം മുന്നോട്ട് പോകുമ്പോൾ ഓരോ പ്രായത്തിലും 4 വർഷം 5 വർഷം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഏജ് എവിടെ ചെന്ന് അവസാനിക്കും. അപ്പൊ തന്നെ ഡോക്ടർമാർ ഒരു പ്രായം കഴിയുമ്പോൾ അവർ പറയും നിർത്തിക്കോ, വേണ്ട, ഇനി പറ്റിയേലാന്ന് അവർ തന്നെ പറയും. കാരണം റിസ്ക് ഒരുപാടുണ്ടാവും അതിനകത്ത്. നമുക്ക് അതുകൊണ്ട് തന്നെ സിസേറിയൻ എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി പോയി. കാരണം ഇങ്ങനെ ഒരു ചിന്തയുള്ളത് കൊണ്ട് പിന്നീട് വരുന്ന പെയിൻ ഓർത്തിട്ടും എന്തൊക്കെയോ അങ്ങനെ ഒരു വിഷമമായിരുന്നു. അത് കഴിഞ്ഞു പിന്നെ ഒരു കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കിട്ടുമല്ലോ എന്നോർക്കുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഏതൊരു അമ്മമാരുടെയും ചിന്ത എന്ന് പറയുന്നത് ഫുള്ള് ഉണ്ടാകുന്ന കുഞ്ഞിന് ഒരു കുഴപ്പം ഉണ്ടാവരുതേ എന്നായിരിക്കും. കാരണം പെണ്ണായാലും ആണായാലും ഒരു കുഴപ്പമില്ല. പക്ഷെ ഉണ്ടാകുന്ന കുഞ്ഞിന് ഒരു പ്രശ്നങ്ങളോ ഒരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കണം അങ്ങനത്തെ ഒരു ചിന്തയാണ് നമുക്കുണ്ടാവുക. ആ കുഞ്ഞുണ്ടായി നമ്മൾ കാണുന്നിടം വരെ ആ ഒരു ടെൻഷനായിരിക്കും നമുക്ക് ഫുൾ ടൈം. അപ്പം ചേച്ചിയുടെ ടെൻഷനും ആ ചിന്തയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും വിഷമിക്കരുത്, സങ്കടപ്പെടരുത്. അതുപോലെ തന്നെ ധൈര്യമായിട്ടിരിക്കുക. പേടിയുണ്ടാവും. നല്ല ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്ന് ചേച്ചിയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളൊരു സഹായം, ഇങ്ങനത്തെ സഹായം ആവശ്യപ്പെട്ട് ആരും ചെയ്യാതിരിക്കുക. എല്ലാവരും പ്രാർത്ഥന മനസ്സിൽ ഒരു തവണയെങ്കിലും ഒരു വിടും നല്ലത് വരണേന്ന്. വീഡിയോ കാണുമ്പോൾ അന്നേരം തന്നെ എന്തായാലും മനസ്സിൽ ചിന്തിക്കുന്ന അറിയാം. മനസ്സിൽ കാരണം അവർ പോയി ഇരുന്ന് കൈകൂപ്പി ഇരുന്ന് പ്രാർത്ഥിക്കുമെന്നല്ല, മനസ്സിലൊരു ഒരു 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 പോസിറ്റീവ് എനർജി ഒരാളിൽ നിന്ന് കിട്ടുമ്പോൾ മറ്റൊരാൾക്ക് അത് ഭയങ്കര ഒരു ഇതായിരിക്കും. പോസിറ്റീവായിട്ട് അവർ ചിന്തിക്കും നല്ലത് വരട്ടെ എന്ന്. അപ്പൊ നല്ല വാർത്ത കേൾക്കാനായിട്ടും എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യും. അപ്പൊ ജോളി ചേച്ചി എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് അതെ, ഇന്നിപ്പോ എന്തായാലും ചേച്ചി ഒരിക്കലും നമ്മുടെ വീഡിയോ ഒന്നും കാണുന്നുണ്ടാവില്ല. ചേച്ചി പ്രതീക്ഷിച്ചിട്ടുമില്ല നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇടുമെന്നൊന്നും. ആ കമന്റ് ഞങ്ങൾ കാണാൻ താമസിച്ചു പോയി. ചേച്ചി ഇന്നലെ ഇട്ടത് ഇന്നാണ് അപ്പൊ ചേച്ചിയുടെ സിസേറിയൻ എന്ന കമന്റിലൂടെ നമുക്ക് മനസ്സിലായി. ഈ വീഡിയോ ഞങ്ങൾ ഇന്ന് ചെയ്തു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. പിന്നെ എന്താ പറയാ, പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണം, ചേച്ചിക്കും കുഞ്ഞിന് മാത്രമല്ല ചേച്ചിക്കും ഒരു കുഴപ്പമുണ്ട്. ചേച്ചി പ്രത്യേകം അതിൽ എഴുതിയിട്ടുണ്ട് ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ ചേച്ചിയുടെ ടെൻഷനാണ് കാണുന്ന കമന്റ്. കറക്റ്റ് നമുക്കൊന്നും അറിയത്തില്ല, ചേച്ചിയുടെ ഒരു കാര്യവും അറിയത്തില്ല. സിസേറിയനാണ്, അതൊരു കമന്റിലൂടെ പരിചയപ്പെട്ടൊരു വ്യക്തി മാത്രമാണ്, അല്ലാതെ പേഴ്സണൽ ആയിട്ട് ഭയങ്കരമായ ഒരു അടുപ്പം പോലെ നമ്മുടെ മാനസികമായി ഭയങ്കര അടുപ്പമുണ്ട്. കാരണം എന്നും എന്ന് കമന്റ് ഇടുന്ന ആൾക്കാരുമായിട്ടൊരു മാനസിക അടുപ്പം നമുക്കുണ്ട്. അത് അവരെ കുറിച്ച് കൂടുതൽ അറിയുന്നത് കൊണ്ടോ അവരെ കണ്ടിട്ടോ ഒന്നും അല്ല, തിരിച്ച് നമ്മളെ അതുപോലെ കരുതുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അത് ഇങ്ങനെ അവര് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെയാണോ അതുപോലെയാണ് ഞങ്ങൾക്ക് നിങ്ങളും, അത് മനസ്സിലാക്കണം. അപ്പൊ ചേച്ചി സിസേറിയൻ കഴിഞ്ഞ ഒരു കുഴപ്പവും കൂടാതെ ആരോഗ്യവതിയായിട്ട് വന്ന് ഈ വീഡിയോ കണ്ട് ചേച്ചി റിപ്ലൈ ചെയ്യും അല്ലേ? അതെ അതെ, ഞങ്ങൾ ആ ഒരു നിമിഷത്തിന് വേണ്ടി ഞങ്ങളും കാത്തിരിക്കുന്നു. അതെ, ഹോസ്പിറ്റലിൽ കിടക്കുന്ന എല്ലാ ദിവസങ്ങളിലും ഒരു കുഴപ്പമുണ്ടാകാതെ പെട്ടെന്ന് തന്നെ ചേച്ചിയും കുഞ്ഞും ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. അത് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.